കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ കൊടുവായൂർ വൃദ്ധ ഭിന്നശേഷി സദനത്തിന്റെ നവീകരണത്തിന് മാർച്ച് 15-ന് തുടക്കമാകുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ. നിലവിൽ 26 പേർക്ക് താമസിക്കാവുന്ന സദനത്തിൽ പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതോടെ 70ഓളം പേരെ താമസിപ്പിക്കാൻ കഴിയുമെന്നും ആർ ചിന്നക്കുട്ടൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലവിൽ 26 പേർ താമസിക്കുന്ന സദനത്തിൽ പുതിയ കെട്ടിടം പൂർത്തിയാവുന്നതോടെ 70ഓളം പേരെ താമസിപ്പിക്കാൻ കഴിയുമെന്നും ആർ ചിന്നക്കുട്ടൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഭിന്നശേഷിക്കാരായാലും വൃദ്ധജനങ്ങളായാലും ഉള്ളതാണ്. അവരെല്ലാം സംരക്ഷിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ഈ സദനം പ്രവർത്തിച്ചുകൊണ്ട് വളരെ നല്ല നിലയ്ക്ക് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സദനമാണ് ഭിന്നശേഷിക്കാരുടെ സദനമാണ് കൊടുവായൂർ. ഇതിലിപ്പോൾ 5 കോടി രൂപയുടെ പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ ഈ വൃദ്ധസദനത്തിൻ്റെ മുന്നോട്ട് പോകുന്നത്. 5 കോടി രൂപയാണ്. അപ്പോൾ ഒരു 10-75 താഴെ വരുന്ന ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. 36 വർഷം മുമ്പാണ് കൊടുവായൂരിൽ വൃദ്ധ ഭിന്നശേഷി സദനം നിർമ്മിച്ചത്. വിപുലീകരിക്കാനായി 40 സെന്റ് സ്ഥലം വാങ്ങിച്ചെങ്കിലും KLU ലഭിക്കാത്തത് തടസ്സമായി. സാങ്കേതിക തടസ്സം മാറിയതോടെ 5 കോടി ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണവും അനുബന്ധ സൗകര്യവും ഒരുക്കുന്നത്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, സാമൂഹിക നീതി വകുപ്പ് എന്നിവ സംയുക്തമായി നടപ്പിലാക്കുന്ന വിപുലീകരണ നിർമ്മാണം ഒക്ടോബറിന് മുമ്പ് പൂർത്തിയാവും. സാമ്പത്തികമായി ഒന്നും ഈടാക്കാതെയാണ് ഭിന്നശേഷിക്കാരെയും വൃദ്ധരെയും താമസിപ്പിക്കുന്നത്. സദനത്തിലെ അന്തേവാസികൾക്ക് മാനസിക ഉല്ലാസത്തിനുള്ള സൗകര്യം ഒരുക്കാറുണ്ടെന്നും ചിന്നക്കുട്ടൻ പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KC കൃഷ്ണൻ, നിസാർ, ഓമന സുബ്രഹ്മണ്യൻ, അനിത എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.